ന്യൂസ് 18 കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും എ വെരി ഹാപ്പി ന്യൂ ഇയർ. 2026ലേക്ക് ലോകം ചുവട് വയ്ക്കുമ്പോൾ പ്രതീക്ഷയുടെയും മാറ്റത്തിന്റെയും വലിയ വാർത്തകളാണ് ചുറ്റും കേൾക്കുന്നത്. മാറ്റങ്ങളുടെയും അതിജീവനത്തിന്റെയും വലിയൊരു ക്യാൻവാസാണ് ഈ പുതുവർഷം നമുക്ക് മുന്നിൽ വരച്ചിടുന്നത്. അതിർത്തികൾക്കപ്പുറം ചരിത്രം തിരുത്തിക്കുറിച്ച ചിലർ, പുതിയ സാമ്പത്തിക വിപ്ലവത്തിന് തുടക്കമിട്ട രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത ചില മനുഷ്യരുടെ കണ്ണീർ. ഇങ്ങനെ സമ്മിശ്രമായൊരു തുടക്കമാണ് ഈ വർഷത്തിനുള്ളത്. ന്യൂയോർക്കിന്റെ മണ്ണിൽ ഒരു ഇന്ത്യൻ വംശജൻ ചരിത്രം കുറിച്ചതും യൂറോപ്പിൽ ഒരു പുതിയ കറൻസി പിറന്നതും മുതൽ റഷ്യ യുക്രൈൻ അതിർത്തിയിലെ തർക്കത്തിലെ പുതിയ വഴിത്തിരിവുകൾ വരെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് ന്യൂയോർക്കിന്റെ അമരത്തെത്തിയ ഇന്ത്യൻ വംശജൻ സോറാൻ മംദാനി മുതൽ യൂറോപ്പിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച ബൾഗേറിയ വരെ ഇന്ന് വാർത്തകളിൽ നിറയുന്നു. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും റഷ്യ യുക്രൈൻ അതിർത്തിയിലെ പുതിയ ഡ്രോൺ വിവാദങ്ങളും സുഡാനിലെ ദാർഫുറിൽ പട്ടിണി നേരിടുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ വിലാപവും ലോക മനസാക്ഷി ഉണർത്തുന്നുണ്ട്. ഒപ്പം ഇന്നത്തെ ഈ സ്പെഷ്യൽ ഷോയിൽ നമ്മൾ ലോകമെമ്പാടും നിന്നുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻസിന്റെ കാഴ്ചകളും കാണുന്നുണ്ട്. പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെ കൈകോർക്കുന്ന ഈ 2026 നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ലോക വാർത്തകളുടെ സമ്പൂർണ്ണ പാക്കേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ലോക. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിൽ ഇന്നൊരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണിത്. ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറായി ഇന്ത്യൻ വംശജനായ സോറാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതും വെറുമൊരു സാധാരണ ചടങ്ങല്ല. മിഡ് നൈറ്റിൽ ഒരു പഴയ സബ്വേ സ്റ്റേഷനിൽ വെച്ച് ഖുറാനിൽ കൈവച്ചാണ് അദ്ദേഹം ഈ പദവി ഏറ്റെടുത്തത്. വെറും 34-ാം വയസ്സിൽ ഇത്രയും വലിയൊരു നഗരത്തിന്റെ പവർഫുൾ പൊസിഷനിലേക്ക് മംദാനി എത്തിയെന്നത് ശരിക്കും ഇൻസ്പയറിംഗ് ആയ ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് മംദാനിയുടെ പുതിയ പ്ലാൻസ്? എന്തുകൊണ്ടാണ് ഈ വിജയം ഇത്ര ചർച്ചയാകുന്നത്? നമുക്ക് നോക്കാം. ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത്തെ മേയറാണ് സോറാൻ മംദാനി. വ്യാഴാഴ്ച വെളുപ്പിനെ കൃത്യം 12 മണിക്ക് മാൻഹട്ടനിലെ പഴയ സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനിലായിരുന്നു ചടങ്ങുകൾ. തന്റെ മുത്തച്ഛന്റെ ഖുറാനിലും അതോടൊപ്പം 18ാം നൂറ്റാണ്ടിലെ അപൂർവമായ മറ്റൊരു ഖുറാനിലുമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. സോറാൻ മംദാനിയുടെ ഈ വിജയം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് പല റെക്കോർഡുകളുടെയും തകർച്ചയാണ്. ഫസ്റ്റ് മുസ്ലിം മേയർ ഓഫ് NYC, ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറാണ്. നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ വിശ്വാസ പ്രമാണങ്ങളിൽ സത്യപ്രതിജ്ഞ നടന്നിരുന്ന ആ മണ്ണിൽ ഖുറാൻ ഉയർത്തിപ്പിടിച്ച് മംദാനി ഒരു വലിയ മെസ്സേജാണ് നൽകിയത്. അടുത്തത് ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ ബോൺ ലീഡർ. സൗത്ത് ഏഷ്യൻ വംശജർക്കും ആഫ്രിക്കൻ കുടിയേറ്റക്കാർക്കും ഇത് അഭിമാന നിമിഷമാണ്. ഉഗാണ്ടയിൽ ജനിച്ച ഒരാൾ ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം ഭരിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഇനി ദ യങ്ങസ്റ്റ് മേയർ ഇൻ ജനറേഷൻസ്, വെറും 34-ാം വയസ്സിൽ ഈ പദവിയിലെത്തിയ അദ്ദേഹം യങ്ങസ്റ്റ് മേയർ എന്ന ഖ്യാതിയും സ്വന്തമാക്കി. ചുരുക്കത്തിൽ മംദാനിയുടെ വരവ് ന്യൂയോർക്കിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു ജനറേഷണൽ ഷിഫ്റ്റ് തന്നെയാണ്. ഉഗാണ്ടയിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ലോക പ്രശസ്ത ചലച്ചിത്ര സംവിധായിക മീര നായരും പ്രൊഫസർ മെഹ്മൂദ് മംദാനിയുമാണ്. ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന നിലയിലാണ് സോറാൻ ജനവിധി നേടിയത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ. ഈ വിജയം ശരിക്കും അത്ര എളുപ്പമായ ഒരു കാര്യമായിരുന്നില്ല. മുൻ ഗവർണർ ആൻഡ്രൂ കുവോമോയെ പോലുള്ള വമ്പന്മാരെ പരാജയപ്പെടുത്തിയാണ് സോറാൻ ഈ സ്ഥാനത്തെത്തിയത്. എഫോർഡബിലിറ്റി അഥവാ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയുന്ന നഗരം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ക്യാമ്പയിൻ സ്ലോഗൻ എന്ന് പറയുന്നത്. ന്യൂയോർക്ക് പോലെയുള്ള ഒരു സിറ്റിയിൽ ലിവിംഗ് കോസ്റ്റ് താങ്ങാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങളൊന്ന് പരിശോധിക്കാം. ഫ്രീ ബസ് സർവീസ്, എല്ലാവർക്കും സൗജന്യ ബസ് യാത്ര. റെന്റ് ഫ്രീസ് അഥവാ വാടക വർധനവ് തടയുക. അടുത്തത് സിറ്റി റൺ ഗ്രോസറി സ്റ്റോഴ്സ്, അതായത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന പലചരക്ക് കടകൾ. പിന്നെ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, എല്ലാവർക്കും സൗജന്യ ശിശു സംരക്ഷണം. ഇതൊക്കെ നടപ്പിലാക്കാൻ വലിയ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും മംദാനിയുടെ വരവ് ന്യൂയോർക്കിലെ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. ഇന്ന് വൈകുന്നേരം സിറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന പബ്ലിക് സെറമണിയിൽ സെനറ്റർ ബെർണി സാൻഡേഴ്സ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇതിനുശേഷം വലിയൊരു ബ്ലോക്ക് പാർട്ടിയും നഗരത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വംശീയ അധിക്ഷേപങ്ങളെയും കടുത്ത മത്സരങ്ങളെയും അതിജീവിച്ച് സോറാൻ നേടിയ ഈ വിജയം ലോകമെമ്പാടുമുള്ള സൗത്ത് ഏഷ്യൻ വംശജർക്ക് വലിയ അഭിമാനമാണ്. സത്യസന്ധതയും അതുപോലെ കൃത്യമായ വിഷനും ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും എത്താമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ന്യൂയോർക്ക് ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. ആ മാറ്റത്തിന്റെ മുഖമായിട്ടാണ് മംദാനി എത്തിയത്. വെറും 34 വയസ്സുള്ള ഈ യുവാവ് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണുമെന്നും എങ്ങോട്ട് നയിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. യൂറോപ്പിൽ നിന്ന് ഒരു വലിയ സാമ്പത്തിക വിപ്ലവത്തിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത്. 2026 ജനുവരി 1 ലോകം പുതുവർഷം ആഘോഷിക്കുമ്പോൾ ബൾഗേറിയ എന്ന രാജ്യം ആഘോഷിക്കുന്നത് തങ്ങളുടെ പുതിയ കറൻസിയെ കൂടിയാണ്.
അതായത് ഈ പുതുവർഷം മുതൽ ബൾഗേറിയ എന്ന രാജ്യം തങ്ങളുടെ ഔദ്യോഗിക കറൻസിയായ ലെവ് ഉപേക്ഷിച്ച് യൂറോ സ്വീകരിക്കുകയാണ്. ഏതാണ്ട് 140 വർഷത്തിലേറെ ബൾഗേറിയയുടെ അടയാളമായിരുന്ന ലെവ് എന്ന കറൻസി ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. പകരം യൂറോപ്പിലെ പവർഫുൾ കറൻസിയായ യൂറോ ബൾഗേറിയ ഏറ്റെടുത്തിരിക്കുന്നു. ഈ ഒരു മാറ്റം കേവലം ഒരു പണം മാറലല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ വലിയൊരു ഷിഫ്റ്റാണ്. യൂറോ സോണിലെ 21ാമത്തെ അംഗമായി ബൾഗേറിയ മാറുമ്പോൾ അവിടെ സന്തോഷവും ആശങ്കയും ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചെറിയ രാജ്യം തങ്ങളുടെ കറൻസി മാറ്റുന്നത്? ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും പരിശോധിക്കാം. നമുക്കാദ്യം ഈ ഒരു കറൻസിയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. ബൾഗേറിയൻ കറൻസിയുടെ പേര് ലെവ് എന്നാണ്. ബൾഗേറിയൻ ഭാഷയിൽ ഇതിന്റെ അർത്ഥം ലയൺ, സിംഹം എന്നാണ്. 1880-ലാണ് ആദ്യമായി ലെവ് അവതരിപ്പിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ പല യുദ്ധങ്ങൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഈ കറൻസി സാക്ഷ്യം വഹിച്ചു. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ജർമ്മൻ കറൻസിയോടും പിന്നീട് സോവിയറ്റ് റൂബിളിനോടും ഈ ഒരു കറൻസി ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ 1990-കളിൽ ബൾഗേറിയ വലിയൊരു സാമ്പത്തിക തകർച്ച നേരിട്ടു. പണത്തിന് വിലയില്ലാത്ത അവസ്ഥ അന്ന് വന്നു. അങ്ങനെ അന്ന് രാജ്യം രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്തി. തങ്ങളുടെ കറൻസിയെ ജർമ്മൻ കറൻസിയായ ഡോയ്ഷെ മാർക്കുമായി ഫിക്സ് ചെയ്തു. പിന്നീട് യൂറോ വന്നപ്പോൾ ലെവ് യൂറോയുമായി ബന്ധിപ്പിക്കപ്പെട്ടു. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബൾഗേറിയൻ ലെവ് യൂറോയുടെ ഒരു നിഴൽ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് ആ നിഴൽ മാറി അവർ നേരിട്ട് യൂറോയുടെ ഭാഗമായി മാറുകയാണ്. ബൾഗേറിയ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നിട്ട് ഏതാണ്ട് 20 വർഷമാകാൻ പോവുകയാണ്. ഇത്രയും കാലം അവർ സ്വന്തം കറൻസിയായ ബൾഗേറിയൻ ലെവ് ആണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഗ്ലോബൽ ക്ലബിന്റെ ഭാഗമാകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. യൂറോപ്പിലെ വമ്പൻ സാമ്പത്തിക ശക്തികളായ ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ഉപയോഗിക്കുന്ന അതേ കറൻസി ഇനി ബൾഗേറിയയിലേക്കും ഉപയോഗിക്കാം. ഇത് ബിസിനസ്സുകാർക്കും അതുപോലെ ടൂറിസ്റ്റുകൾക്കും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം കറൻസി എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോഴുള്ള ഫീസും സമയവും ലാഭിക്കാം. പക്ഷെ എല്ലാം അത്ര സ്മൂത്ത് ആണെന്ന് വിചാരിക്കേണ്ട. ബൾഗേറിയയിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിവാദങ്ങളും നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഒന്നാമതായി വിലക്കയറ്റ ഭീതിയാണ്. ബൾഗേറിയൻ ജനതയുടെ ഏറ്റവും വലിയ പേടി യൂറോ വരുമ്പോൾ സാധനങ്ങളുടെ വില കൂടുമോ എന്നതാണ്. ഉദാഹരണത്തിന് ഒരു ലെവ് വിലയുള്ള സാധനത്തിന് 1 യൂറോ എന്ന് റൗണ്ട് ഓഫ് ചെയ്താൽ വില ഇരട്ടിയാകും. നിലവിൽ തന്നെ ഉയർന്ന ഇൻഫ്ലേഷൻ നേരിടുന്ന ഒരു രാജ്യമാണ് ബൾഗേറിയ. അപ്പോൾ അതൊരു വലിയ പേടി തന്നെയാണ്. അടുത്തത് ലോസ് ഓഫ് നാഷണൽ ഐഡന്റിറ്റിയാണ്. ലെവ് എന്നത് കേവലം ഒരു പണമല്ല, അത് ബൾഗേറിയയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ്. 1881 മുതൽ ഉപയോഗിക്കുന്ന ഈ കറൻസി ഒഴിവാക്കുന്നത് രാജ്യത്തിന്റെ സുവർണിറ്റി, പരമാധികാരം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. മൂന്നാമതായി പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ രാഷ്ട്രീയ അസ്ഥിരതയുണ്ട്. റഷ്യൻ അനുകൂല പാർട്ടികൾ യൂറോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു രാജ്യം യൂറോ സോണിൽ കയറുന്നത് എന്നറിയാമോ? അതിന് മാസ്ട്രിക്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ചില നിബന്ധനകൾ പാലിക്കണം. യൂറോ സ്വീകരിക്കുന്നതിന് യോഗ്യത നേടുന്നതിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കായുള്ള മാസ്ട്രിക്റ്റ് ഉടമ്പടി സ്ഥാപിച്ച 5 സാമ്പത്തിക മാനദണ്ഡങ്ങളാണ് മാസ്ട്രിക്റ്റ് മാനദണ്ഡം. ബജറ്റ് കമ്മിറ്റി 3% താഴെയാകണം, കടബാധ്യതകൾ നിയന്ത്രണത്തിലാകണം, വിലക്കയറ്റം നിശ്ചിത പരിധിയിൽ താഴെയാകണം. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ബൾഗേറിയ ഈ മാനദണ്ഡങ്ങൾ മറികടന്നത്. 1 യൂറോ എന്ന് പറയുന്നത് ഇപ്പോൾ 1.9553 ബൾഗേറിയൻ ലെവ് എന്ന ഫിക്സ്ഡ് റേറ്റിലാണ് ഇപ്പോൾ മാറ്റം സംഭവിക്കുന്നത്. ഇന്നു മുതൽ ഒരു മാസത്തേക്ക് കടകളിൽ 2 കറൻസിയും ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ പഴയ ലെവ് ഉണ്ടെങ്കിൽ അത് കൊടുത്ത് സാധനങ്ങൾ വാങ്ങാം. പക്ഷെ കടക്കാരൻ ബാക്കി തരുന്നത് യൂറോയിലായിരിക്കുമെന്ന് മാത്രം. ജനുവരി അവസാനം കഴിയുന്നതോടെ ലെവ് പൂർണ്ണമായും വിപണിയിൽ നിന്ന് പിൻവാങ്ങും. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വില വിവര പട്ടികയിൽ 2 കറൻസികളിലും തുക രേഖപ്പെടുത്തണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു മാറ്റം വരുമ്പോൾ എല്ലാവരും ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ബൾഗേറിയൻസ് ആർ ആക്ച്വലി ഡിവൈഡഡ്. അതായത് രാജ്യത്തെ പകുതിയോളം പേർ ഈ മാറ്റത്തെ എതിർക്കുകയാണ്. അതിനും പ്രധാനമായും 3 കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, പ്രൈസ് ഹൈക്ക് ഫിയർ. അതായത് ഹോട്ടലുകളിലും കടകളിലും സാധനങ്ങളുടെ വില റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ പാവപ്പെട്ടവർക്ക് അത് വലിയ ബാധ്യതയാകും. ഉദാഹരണത്തിന് 1.80 ലെവുള്ള ഒരു കാപ്പിക്ക് 1 യൂറോ ആക്കിയാൽ വില കൂടുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഹിഡൻ ഇൻഫ്ലേഷൻ എന്നാണ് വിദഗ്ധർ വിളിക്കുന്നത്. രണ്ടാമത്തേത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ, ലെവ് എന്നാൽ അവർക്ക് സിംഹമാണ്, രാജ്യത്തിന്റെ അഭിമാനമാണ്, ഐഡന്റിറ്റിയാണ്. അപ്പോൾ ഇതിങ്ങനെ മാറ്റുന്നത് തങ്ങളുടെ ഐഡന്റിറ്റി പണയം വെക്കുന്നതിന് തുല്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. മൂന്നാമത്തേത് പൊളിറ്റിക്കൽ കയോസ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 8 തിരഞ്ഞെടുപ്പുകൾ നടന്ന രാജ്യമാണ് ബൾഗേറിയ. ഈ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടയിൽ കറൻസി മാറുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു. പക്ഷെ സർക്കാർ പറയുന്നത് മറ്റൊരു കഥയാണ്.
യൂറോ വരുന്നതോടെ ബൾഗേറിയയിലേക്ക് കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് എത്തുമെന്ന് പറയുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് ലഭിക്കും. കാരണം യൂറോപ്പിൽ നിന്ന് വരുന്നവർക്ക് പണം മാറ്റേണ്ടി വരില്ല. കൂടാതെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് രാജ്യം കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്നും പറയുന്നു. ചുരുക്കത്തിൽ ബൾഗേറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു റിസ്കിനും അതേസമയം വലിയൊരു അവസരത്തിനുമാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. സിംഹത്തിന്റെ കരുത്തുള്ള ലെവ് പിൻവാങ്ങുമ്പോൾ യൂറോപ്പിന്റെ പൊതു കറൻസി ബൾഗേറിയയെ എങ്ങോട്ട് നയിക്കും? എന്തായാലും ബൾഗേറിയ ഒരു സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണോ അതോ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ എന്ന് വരും മാസങ്ങളിൽ അറിയാം. ഏതായാലും യൂറോപ്പിലെ 21 രാജ്യങ്ങൾ ഒരേ കറൻസി ഉപയോഗിക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയൊരു മാറ്റം തന്നെയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ വിവാദത്തെക്കുറിച്ചാണ് ഇനി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ഗുരുതരമായ ആരോപണവുമായി റഷ്യ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. വെറും ഒരു ആരോപണമല്ല, ഇത്തവണ തെളിവായി ഒരു വീഡിയോയും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നാലെ യുക്രൈനും അമേരിക്കയും പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതൊരു വമ്പൻ ഡ്രാമ ആണെന്നാണ് യുക്രൈൻ വാദം. സമാധാന ചർച്ചകൾ തകർക്കാൻ റഷ്യ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണോ ഇത്? എന്താണ് ഈ വീഡിയോയിലുള്ളത്? പരിശോധിക്കാം. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വീഡിയോ ശ്രദ്ധിച്ചാൽ ഒരു രാത്രിയിൽ നടന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു വനപ്രദേശത്ത് തകർന്നു വീണ ഒരു ഡ്രോണിന്റെ അവശിഷ്ടങ്ങളാണ് റഷ്യ കാണിക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ റഷ്യയിലെ പുടിന്റെ പ്രധാന വസതികളിൽ ഒന്നായ നോവ്ഗോറോഡ് ലക്ഷ്യമാക്കിയാണ് ഈ ഡ്രോൺ വന്നതെന്നാണ് റഷ്യയുടെ അവകാശവാദം. ടാർഗറ്റ് നിശ്ചയിച്ച് വളരെ കൃത്യതയോടെ പ്ലാൻ ചെയ്ത് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യൻ മിലിറ്ററി ഇതിനെ വിശേഷിപ്പിച്ചത്. അതായത് പുടിന്റെ വസതി തന്നെ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമായിരുന്നു ഇതെന്നാണ് റഷ്യ ഉറപ്പിച്ച് പറയുന്നത്. ഏതാണ്ട് 91 ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ വലിയൊരു നീക്കമായിരുന്നു ഇതെന്നും അതിൽ 6 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ഡ്രോൺ പുടിന്റെ വസതിക്ക് തൊട്ടടുത്ത് വെച്ച് തകർത്തു എന്നുമാണ് റഷ്യ പറയുന്നത്. എന്നാൽ ഈ ആരോപണം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തള്ളുകയാണ് ചെയ്തത്. കംപ്ലീറ്റ് ഫാബ്രിക്കേഷൻ, കെട്ടിച്ചമച്ചത്, പച്ചക്കള്ളം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. യുക്രൈൻ പറയുന്നത് ഇങ്ങനെയാണ്: സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുടിനെ ഒരു ഇരയായി ചിത്രീകരിക്കാനും യുക്രൈനെതിരെ പുതിയ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും റഷ്യ നടത്തുന്ന ഒരു കളി മാത്രമാണിത് എന്നാണ്. ഇതിനിടയിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. പുടിന്റെ വസതി ലക്ഷ്യമാക്കി യുക്രൈൻ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല എന്നാണ് CIA പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത്. റഷ്യ പുറത്തുവിട്ട വീഡിയോയിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്നും തെളിവുകൾ വിശ്വസനീയമല്ല എന്നും അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കി. മറ്റൊരു രസകരമായ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമാണ്. സമാധാന ചർച്ചകൾ 95% പൂർത്തിയായി എന്ന് അവകാശപ്പെടുന്ന ട്രംപിനോട് പുടിൻ നേരിട്ട് ഫോണിൽ വിളിച്ച് പരാതി പറഞ്ഞിരുന്നു. ആദ്യമൊക്കെ പുടിനെ വിശ്വസിച്ച ട്രംപ് ഇപ്പോൾ തന്റെ നിലപാട് മാറ്റിയിട്ടുണ്ട്. റഷ്യയാണ് സമാധാനത്തിന് തടസ്സം നിൽക്കുന്നതെന്ന തരത്തിലുള്ള ഒരു എഡിറ്റോറിയൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വലിയ ചർച്ചയായിരിക്കുകയാണിപ്പോൾ. അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? റഷ്യ പറയുന്നത് സത്യമാണെങ്കിൽ അത് യുദ്ധം പുതിയൊരു തലത്തിലേക്ക് എത്തിക്കും. കാരണം പുടിന്റെ പേഴ്സണൽ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണിത്. എന്നാൽ യുക്രൈൻ പറയുന്നത് പോലെ ഇതൊരു ഫേക്ക് വീഡിയോ ആണെങ്കിൽ യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ വലിയൊരു ആക്രമണം നടത്താൻ റഷ്യ കണ്ടെത്തിയ ഒരു കാരണമായി ഇതിനെ കാണേണ്ടി വരും. റഷ്യയുടെ കയ്യിൽ ഇതിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആവശ്യമില്ല എന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകൾ തകർത്തു എന്നത് തന്നെ വലിയ തെളിവല്ലേ എന്നാണ് അവരുടെ ചോദ്യം. ലോകം ഒരു വലിയ യുദ്ധം അവസാനിക്കാൻ കാത്തിരിക്കുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ സ്ഥിതിഗതികൾ വീണ്ടും സങ്കീർണമാക്കുകയാണ്. പുടിനെ ലക്ഷ്യം വെച്ച് യുക്രൈൻ അയച്ച ഡ്രോൺ ആണോ അതോ സമാധാന ചർച്ചകൾ പൊളിക്കാൻ വേണ്ടി റഷ്യ തന്നെ സൃഷ്ടിച്ച ഫേക്ക് വീഡിയോ ആണോ? ലോകം ഇപ്പോൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇത് തന്നെയാണ്. ഇതിനിടയിൽ യുക്രൈനെ വിശ്വസിക്കാതെ പുടിന് അനുകൂലമായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ ആദ്യ പ്രതികരണങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ഏതായാലും ഈ മിസ്റ്ററിക്ക് പിന്നിലെ സത്യം വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ യുദ്ധങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുമ്പോൾ ആരും കാണാത്ത, ആരും കേൾക്കാത്ത ഒരു വിലാപം ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് ഉയരുന്നുണ്ട്. സുഡാൻ. ഒരു കാലത്ത് വികസനത്തിന്റെ പാതയിലായിരുന്ന ഈ ഒരു രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇനി കേൾക്കാൻ പോകുന്നത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നോർത്ത് ദാർഫുറിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പകുതിയിലധികം പേരും, അതായത് നമ്മൾ കാണുന്ന ഓരോ 2 കുഞ്ഞുങ്ങളിൽ ഒരാൾ പട്ടിണി മൂലം മരണം മുന്നിൽ കണ്ട് കഴിയുകയാണ്. സുഡാനിലെ നോർത്ത് ദാർഫുറിൽ, പ്രത്യേകിച്ച് എൽ ഫാഷർ പോലെയുള്ള യുദ്ധമേഖലകളിൽ നിന്ന് പലായനം ചെയ്ത കുട്ടികളിൽ പകുതിയിലധികം പേരും സിവിയർലി മാൽന്യൂട്രീഷൻഡ് ആണെന്നാണ് യൂണിസെഫ് പറയുന്നത്.
സമാനതകളില്ലാത്ത ഒരു മാനുഷിക പ്രതിസന്ധിക്കാണ് സുഡാൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നാണ് ഈ അവസ്ഥയെ UN വിശേഷിപ്പിച്ചത്. ഇതിനു മുമ്പ് ലോകം കണ്ടിട്ടില്ലാത്ത വിധം അത്രമേൽ ഭീകരമാണ് ഈ ഒരു സാഹചര്യം. ദാഫൂറിലെ കുഞ്ഞുങ്ങളുടെ ഈ നിശബ്ദമായ കരച്ചിൽ എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ കേൾക്കാതെ പോകുന്നത്? സമാധാന ചർച്ചകളും രാഷ്ട്രീയ പോരുകളും നടക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പിടയുന്ന ഈ കുഞ്ഞുങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്? പരിശോധിക്കാം. നോർത്ത് ദാഫൂറിലെ ഒംബാരു എന്ന പ്രദേശത്ത് നടത്തിയ ഏറ്റവും പുതിയ കോംപ്രിഹെൻസീവ് ന്യൂട്രീഷൻ സർവേയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 50% പേരും അക്യൂട്ട് മാൽന്യൂട്രീഷൻ നേരിടുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു തോതിൽ കുഞ്ഞുങ്ങൾ പട്ടിണിയിലാകുന്നത്. ഇതിനെ വെറും ഒരു പോഷകാഹാരക്കുറവ് എന്ന് വിളിച്ച് തള്ളിക്കളയാനാവില്ല. ഇത് അൺപ്രസിഡന്റഡ് ആണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഭീകരമായൊരവസ്ഥ. സുഡാനിലെ ആഭ്യന്തര യുദ്ധം കാരണം കൃഷി നശിച്ചു, ചന്തകൾ അടച്ചുപൂട്ടി, സഹായം എത്തിക്കുന്ന ട്രക്കുകൾ പോലും ആക്രമിക്കപ്പെടുകയാണ്. ഇതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് നരകിക്കുന്നത്. ഈ അവസ്ഥ ഇത്രയും മോശമായതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. കോൺഫ്ലിക്റ്റ് ഇൻ എൽ ഫഷർ, അതായത് മാസങ്ങളായി തുടരുന്ന അതിശക്തമായ യുദ്ധം കാരണം ആളുകൾ വീടുകൾ ഉപേക്ഷിച്ച് ഓടുകയാണ്. ഇങ്ങനെ ഓടിയെത്തുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണമോ വെള്ളമോ ശുദ്ധമായ വായുവോ പോലും ലഭ്യമല്ല. രണ്ടാമത്തെ റീസൺ ബ്ലോക്ക്ഡ് എയ്ഡ്സ് ആണ്. അതായത് യുദ്ധം ചെയ്യുന്ന 2 വിഭാഗങ്ങളും, ആർമിയും അതേ RSFും, പലപ്പോഴും ഐക്യരാഷ്ട്രസഭയുടെ സഹായം തടയുകയാണ്. ട്രക്കുകൾ വഴി നീളുന്ന സഹായങ്ങൾ ജനങ്ങളിലേക്ക് പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും എത്തുന്നില്ലാത്തൊരു സാഹചര്യമാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡിസീസ് ഔട്ട്ബ്രേക്സ് ആണ്. പട്ടിണിക്ക് പിന്നാലെ കോളറയും മറ്റ് പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നത് പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. കുഞ്ഞുങ്ങളുടെ ശരീരത്ത് പ്രതിരോധശേഷി കുറവായതിനാൽ തന്നെ ചെറിയ രോഗങ്ങൾ പോലും മരണത്തിന് കാരണമാകുന്നു. യുനിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ അവസ്ഥയെ വിശേഷിപ്പിച്ചത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഇടപെട്ടില്ല എങ്കിൽ വരും മാസങ്ങളിൽ 10,000 കണക്കിന് കുഞ്ഞുങ്ങൾ അവിടെ പട്ടിണി മൂലം മരിച്ചു വീഴും. ഭക്ഷണത്തിന് വേണ്ടിയുള്ള കരച്ചിൽ പോലും സുഡാനിലെ പല തെരുവുകളിലും നിലച്ചിരിക്കുകയാണ്. അത്രമേൽ അവശരാണ് ആ കുഞ്ഞുങ്ങളൊക്കെ. പല അന്താരാഷ്ട്ര ഏജൻസികളും അവിടെ ഫണ്ട് ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആവശ്യമായ തുകയുടെ 20% പോലും ഇതുവരെ ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ് കൈപ്പുള്ള സത്യം. സുഡാനിൽ നിന്നുള്ള ഈ വാർത്ത നമുക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട്. യുദ്ധങ്ങൾ അവസാനിക്കുമ്പോൾ വിജയികളുണ്ടാകാം, തോറ്റവരുണ്ടാകാം. പക്ഷേ ആ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന പട്ടിണിക്ക് ഇതിനു മുന്നിൽ തോറ്റുപോകുന്നത് ഒരു രാജ്യത്തിന്റെ ഭാവിയായ ഈ കുഞ്ഞുങ്ങളാണ്. യുനിസെഫ് പുറത്തുവിട്ട ഈ കണക്കുകൾ കേവലം നമ്പറുകളല്ല, മറിച്ച് തകർന്നുപോയ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെയും അതുപോലെ പ്രതീക്ഷയറ്റ അമ്മമാരുടെയും വേദനയാണ്. നമ്മളിവിടെ ഓരോ നേരവും ഭക്ഷണമൊക്കെ പാഴാക്കുമ്പോഴും മറ്റും ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു ഗ്ലാസ് ശുദ്ധജലത്തിനോ അല്ലെങ്കിൽ ഒരു കഷ്ണം ബ്രെഡിനോ അപ്പത്തിനോ ഒക്കെ വേണ്ടി ഒരു കുഞ്ഞ് ജീവന് വേണ്ടി പോരാടുന്നുണ്ട് എന്ന സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇനി ഗൾഫ് മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. UAE-യിൽ പറക്കും ടാക്സി യാഥാർത്ഥ്യമാകുന്നു. ദുബായിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ഇലക്ട്രിക് പറക്കും ടാക്സികൾ ഈ വർഷം സർവീസ് തുടങ്ങും. ദുബായ് എയർപോർട്ട്, DXB, ഡൗൺ ടൗൺ, ദുബായ് മറീന, പാം ജുമൈറ എന്നീ 4 പ്രധാന കേന്ദ്രങ്ങളിലാണ് ആദ്യമായി വേർട്ടിപോർട്ടുകൾ, അതായത് ലോഞ്ച് പാഡുകൾ ഒരുങ്ങുന്നത്. സാധാരണ കാറിൽ 45 മിനിറ്റ് എടുക്കുന്ന യാത്ര വെറും 10 മുതൽ 12 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാം. പൈലറ്റും 4 യാത്രക്കാരും അടങ്ങുന്നതാണ് ജോബി ഏവിയേഷൻ തയ്യാറാക്കിയ ഈ വിമാനം. ഒമാനിലെ പുതിയ തൊഴിൽ നിയമം പ്രവാസികൾക്ക് ആശ്വാസമാകുന്നു. ഒമാൻ തൊഴിൽ മന്ത്രാലയം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിൽ സുരക്ഷയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നു. അവധി ആനുകൂല്യങ്ങൾ ശ്രദ്ധേയമാണ്. സിക്ക് ലീവ് വർദ്ധിപ്പിച്ചു. കൂടാതെ പെറ്റേണിറ്റി ലീവായി 7 ദിവസം നൽകുന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയാൻ പ്രവാസികൾ രാജ്യത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കർശനമായ പ്രൊഫഷണൽ ലൈസൻസ് പരിശോധനകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥ 2026-ൽ 5% വളർച്ച നേടുമെന്ന് IMF അന്താരാഷ്ട്ര നാണ്യനിധി പ്രവചിക്കുന്നു. സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന രീതിയിൽ തൊഴിലില്ലായ്മ നിരക്ക് റെക്കോർഡ് തലത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് PIF 3 ഇരട്ടിയായി വർദ്ധിച്ചത് നിയോം പോലുള്ള മെഗാ പ്രൊജക്ടുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ജനുവരി 1 മുതൽ UAE-യിൽ പ്ലാസ്റ്റിക് നിരോധനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലേറ്റുകൾ, കണ്ടെയ്നറുകൾ, സ്പൂണുകൾ എന്നിവയുടെ വിപണനം പൂർണ്ണമായും നിരോധിച്ചു. ഇതിനു പകരം പേപ്പർ, തുണി, ബാഗുകൾ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർ ഈ നിയമം കർശനമായി പാലിക്കേണ്ടതുണ്ട്.
ബിസിനസ് രംഗത്ത് കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിനായി UAE ഈ വർഷം ഇൻവോയ്സിംഗ് നിർബന്ധമാക്കുന്നു. ടാക്സ് വെട്ടിപ്പുകൾ തടയാനും ബിസിനസ് ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യാനും ഇത് സഹായിക്കും. നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ബഹ്റൈൻ സർക്കാർ പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് ഫീസിൽ ഘട്ടം ഘട്ടമായ വർധനവ് പ്രഖ്യാപിച്ചു. 2026 ജനുവരി മുതൽ 2029 വരെ 4 ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുന്നത്. നിലവിലുണ്ടായിരുന്ന 100 ദിനാർ ഫീസിൽ 2026 ചെറിയ വർധനവ് വരും. എന്നാൽ ഗാർഹിക തൊഴിലാളികളെ ഈ വർധനവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാണ്. നിയമങ്ങളിലെ കൃത്യതയും സാങ്കേതിക വിദ്യയിലെ കുതിച്ചുചാട്ടവും ഒത്തുചേരുന്ന ഈ പുതിയ കാലഘട്ടം ഗൾഫിലെ ഓരോ പ്രവാസിക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു. മാറ്റങ്ങളെ പോസിറ്റീവായി സ്വീകരിച്ചുകൊണ്ട് നമുക്കും ഈ വികസന കുതിപ്പിന്റെ ഭാഗമാകാം. വെനസ്വേല, സ്പെയിൻ, ഓസ്ട്രേലിയ അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻസിന്റെ കാഴ്ചകളാണ് ഇനി ലോകയിൽ കാണാൻ പോകുന്നത്. കാണാം. ലോകമെമ്പാടും നീളുന്ന ഈ ആഘോഷങ്ങൾ മനുഷ്യന്റെ അതിജീവനത്തിന്റെയും പുതിയ പ്രതീക്ഷകളുടെയും അടയാളമാണ്.
ചിലയിടങ്ങളിൽ ആകാശത്ത് 2026 എന്ന് വിരിഞ്ഞപ്പോൾ മറ്റു ചിലയിടങ്ങളിൽ സമാധാനത്തിനായി മൗന പ്രാർത്ഥനകൾ നടന്നു. ഈ പുതുവർഷം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് വെല്ലുവിളികളും മാറ്റങ്ങളുമാണ്. സോറാൻ മംദാനിയെ പോലെയുള്ള യുവ നേതാക്കളുടെ ഉദയവും സുഡാനിലെ കുഞ്ഞുങ്ങൾക്കായി ലോകം ഉണരേണ്ടതിന്റെ ആവശ്യകതയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്. ലോകം ഒന്നാണ്, നമ്മുടെ ലക്ഷ്യങ്ങളും ഒന്നായിരിക്കണം. ആഘോഷങ്ങളുടെ ഈ തിളക്കം നിങ്ങളുടെ ജീവിതത്തിലും ഈ വർഷം മുഴുവനും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇരുളടഞ്ഞ വാർത്തകൾക്കിടയിലും മനുഷ്യത്വത്തിന്റെ വെളിച്ചം എവിടെയൊക്കെയോ കത്തുന്നുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ഈ വർഷത്തെ വരവേൽക്കാം. സുഡാനിലെ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, കൈകോർക്കാം, മെച്ചപ്പെട്ടൊരു നാളേക്കായി, ലോക സമാധാനത്തിനായി കാത്തിരിക്കാം. ഈ പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് നൈറ്റ്.